ഏറെ കാത്തിരിക്കുന്ന കളങ്കാവിന്റെ റിലീസ് മാറ്റിവെച്ചതും ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും ഒരുപോലെ നിരാശ സമ്മാനിച്ചിരിക്കുകയായിരുന്നു. നവംബർ 20-ന് റിലീസ് പ്രഖ്യാപിച്ച ചിത്രം കഴിഞ്ഞ ദിവസം വൈകുമെന്ന് അറിയിച്ചു. പിന്നീട് ഡിസംബർ 5-ന് റിലീസ് ചെയ്യുമെന്ന് പറയുന്നു. ഈ പടം ഡിസംബർ ആദ്യവാരം റിലീസ് ചെയ്തില്ലെങ്കിൽ 2026-ൽ മാത്രമേ ഇനി ചിത്രം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ വന്നാൽ ഈ വർഷം മമ്മൂട്ടിക്ക് തിയേറ്റർ ഹിറ്റ് ഉണ്ടാകില്ലെന്ന കാര്യമാണ് ആരാധകരെ നിരാശമാക്കുന്നത്. 2012 മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷവും മമ്മൂട്ടിക്ക് ഹിറ്റുണ്ട്. തുടർച്ചയായ 12 വർഷം തിയേറ്ററുകൾ ഹിറ്റ് സമ്മാനിച്ച മമ്മൂട്ടിക്ക് 2025 ഇതുവരെ ഹിറ്റുകളൊന്നും ലഭിച്ചിട്ടില്ല. ഈ വർഷം താരത്തിന്റെ പുറത്തിറങ്ങിയ 2 സിനിമകൾക്കും ബോക്സ് ഓഫീസിൽ ശോഭിക്കാനും കഴിഞ്ഞില്ല. ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് ഗംഭീര റിവ്യൂ ലഭിച്ചെങ്കിലും പ്രൊമോഷന്റെ കുറവ് കാരണം പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നില്ല. പിന്നാലെ എത്തിയ ബസൂക്ക വിഷു റിലീസിൽ പരാജയം രുചിച്ചു. ആരാധകർ പിന്നീട് പ്രതീക്ഷ മുഴുവൻ കളങ്കാവിലായിരുന്നു. മെയ് റിലീസ് ചെയ്യാനിരുന്ന ചിത്രം പല കാരണങ്ങളാൽ നീണ്ടുപോകുകയായിരുന്നു. ഇതിനിടെ മമ്മൂട്ടിയെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ഇഴവേള എടുക്കുകയും ചെയ്തു. മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ഗ്രാൻഡാക്കുന്ന ചിത്രമായിട്ടാണ് കളങ്കാവിനെ കണക്കാക്കുന്നത്. എന്നാൽ ഇപ്പോൾ റിലീസ് മാറ്റിയത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. കരിയറിൽ മോശം ഘട്ടത്തിലൂടെ പലരും കണക്കുകൂട്ടുന്ന 2012, 2019 കാലഘട്ടത്തിൽ വർഷത്തിൽ ഒരു ഹിറ്റെങ്കിലും മമ്മൂട്ടിയായി വന്നിട്ടുണ്ട്. കോവിഡിന് ശേഷം സ്ക്രിപ്റ്റ് സെലക്ഷനിലെല്ലാം മമ്മൂട്ടി അടിമുടി മാറ്റം വരുത്തിയത് മമ്മൂട്ടി കേരളത്തിന് പുറത്തും ചർച്ചയായി മാറി. ബോക്സ് ഓഫീസിൽ വലിയ നേട്ടം സ്വന്തമാക്കിയില്ലെങ്കിലും നടൻ എന്ന നിലയിൽ മമ്മൂട്ടി സ്വന്തം പേര് ഈ വർഷം അടയാളപ്പെടുത്തി. മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് ഏഴാമതും തന്റെ പേരിലാക്കി മമ്മൂട്ടി ചരിത്രത്തിൽ ഇടം നേടി. അതേസമയം കളങ്കാവൽ റീസെൻസർ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം 2 മണിക്കൂർ 32 മിനിറ്റായിരുന്ന ചിത്രത്തിന്റെ 5 മിനിറ്റോളം നീക്കം ചെയ്തെന്നാണ് റിപ്പോർട്ട്. ഇക്കാരണത്തിലാണ് റിലീസ് മാറ്റിവെച്ചതെന്ന് പുറത്തുവരുന്ന വിവരം. മമ്മൂട്ടി എന്ന പെർഫോമൻസ് വിസ്മയിപ്പിക്കുന്ന കളങ്കാവലിനായി സിനിമാലോകം കാത്തിരിക്കുകയാണ്.